അങ്ങനെ 6:45 പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ കോട്ടേജിൽ നമ്മളെത്തി. ഓടി ഒന്ന് കുത്തൊന്നും ചെയ്യരുത്. എൻ്റെ പൊന്നെ, അമ്മേ, കാട്ടി വന്ന് എന്തുന്നാ? നമ്മൾ താമസിക്കുന്ന കോട്ടേജിന്റെ നേരെ പുറകിൽ കാണുന്ന ആ ഇരുട്ടിലൊന്നും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാട്ടി എന്നറിയപ്പെടുന്ന കാട്ടുപോത്ത്. എന്തോ വരുന്നുണ്ട്. നമ്മൾ എത്തിയ സമയം 6:45 അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ കാട്ടുപോത്തിനെയൊക്കെ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാട്ടിയെ കണ്ടൊരു എക്സൈറ്റ്മെന്റിൽ ഉണ്ണിച്ചേട്ടൻ നമുക്കത് ടോർച്ച് അടിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ പ്രത്യേകം ഗൈഡ് ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ടോർച്ച് അടിച്ച് നോക്കരുത് എന്നുള്ളത്. Visitors must always maintain safe distance from the wildlife. ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കാൻ തന്നെ ശ്രമിച്ചിരുന്നു. നിലവിലിപ്പോൾ നമ്മൾ കാട്ടിയേയും അതുപോലെ വവ്വാലിനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ മറ്റ് വന്യമൃഗങ്ങൾ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ റൂമിനെ കുറിച്ച് പറയുവാണെങ്കിൽ 5 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സുഖസൗകര്യങ്ങൾ പ്രതീക്ഷിച്ചാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത്. പക്ഷെ ഇതൊരു കാടിന്റെ നടുവിലുള്ള നമ്മളുടെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതിനെ എന്തോ ഉൾക്കൊണ്ട് വണ്ടി വരികയാണെങ്കിൽ വരുന്നുണ്ട്. 5 പേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാവുന്നതാണ്. ഗൈസ്, ഇവിടെ ഫുള്ള് മറ്റേ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. ഇത് സോളാറാണ് സംഭവം. സോ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് വാച്ചേഴ്സ് പറഞ്ഞ കാര്യമാണ് ലൈറ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ബിക്കോസ് ഇത് സോളാറിലാണ് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത് എന്നുള്ളത്. നമ്മൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്തിട്ട് പോലും സമയം ഒരു 3 മണിയായപ്പോൾ, വെളുപ്പിന് 3 മണിയായപ്പം ലൈറ്റൊക്കെ ഓഫായിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ബ്ലോക്കിലൊക്കെ കിടന്നതുകൊണ്ട് ചായയും കാപ്പിയൊന്നും കുടിക്കാതെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ വാച്ചേഴ്സ് പറഞ്ഞ പ്രകാരം നമുക്ക് ഇവിടുന്ന് കട്ടൻ കാപ്പി കിട്ടും. അപ്പോൾ നമുക്ക് ദാ ആ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. അവിടെയുമൊക്കെ ഈ ലൈറ്റൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അവർ ഇടുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ മാത്രമാണ് അകത്തെ ലൈറ്റ് ഇടുന്നത്. ദാ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് ഡോറെല്ലാം അടച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ആക്ച്വലി ഭയങ്കര സൈലൻസ് ആണ്. ഇവിടെ വന്നപ്പോൾ ഇരുട്ടായി പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നമുക്ക് യൂഷ്വലി ഉള്ള റിസോർട്ടിലും അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ വരണ പോലത്തെ ഒരു ലക്ഷറി സംഭവം അല്ല. ഇവിടെ ലൈറ്റാണ് ഈ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ MunnarWildlife.com എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ഈ റൂംസ് നിങ്ങൾക്കും ബുക്ക് ചെയ്യാവുന്നതാണ്. ഇരുട്ടായതുകൊണ്ട് ഇതൊന്നും വീഡിയോയിൽ കിട്ടുന്നില്ല ആക്ച്വലി. അതിന് ബാക്കിലൊക്കെ നല്ല രസമാണ്. ഇത് ഫെൻസിങ് വാളാണെന്ന് തോന്നുന്നു. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഈ ഫെൻസിങ് വാളിലൂടെ ചെറിയ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് ഈ വൈൽഡ് ആനിമൽസിന്റെ അറ്റാക്കിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിലിപ്പോൾ നമ്മൾ അബദ്ധവശാലൊന്ന് തൊട്ടാൽ നമ്മൾ തട്ടിപ്പോകുന്നൊരവസ്ഥയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറിച്ചു വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ഈ യാത്രയിലുടനീളം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡയലോഗാണ്, ഹരിയണ്ണൻ യാർ തരിയുമാ. കാരണം ഞങ്ങളിപ്പോൾ 5 പേരിൽ എന്തായാലും കാടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ഒരാൾ ഉണ്ണിച്ചേട്ടനാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി കേൾക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഫെൻസിങ് വോളിൽ തൊടാതെ, കമ്പിയിൽ തൊടാതെ വരാൻ നോക്കണേ, ശ്രദ്ധിച്ചിട്ടേ. ഓക്കെ. ഫുഡ് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കണേന്ന് ചോദിച്ചു അല്ലേ? ഇപ്പം കട്ടൻ കുടിക്കുമല്ലേ? കോച്ചി പിടിക്കുന്ന ഈ തണുപ്പത്ത് ഈ കട്ടൻ കാപ്പി വളരെ വലിയൊരു ആശ്വാസമായിരുന്നു. ഇന്നത്തെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഈ കട്ടൻ കാപ്പിയെ നമുക്ക് ചേർത്ത് വയ്ക്കാം. അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുമ്പോൾ വിശപ്പും കൂടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് തോന്നുന്നു. കാപ്പി കുടിച്ചൊരു അരമണിക്കൂറിൽ തന്നെ നമ്മൾ ഡിന്നറും കഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാനൊഴികെ വീട്ടിൽ ആരും ഇന്ന് രാത്രി കുളിക്കാനായിട്ട് തീരുമാനമെടുത്തില്ല. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MunnarWildlife.com എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത്. ഇതിൽ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂംസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനോട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ ഡിന്നറും അതുപോലെ മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാത്രി നമ്മൾ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും ആണെന്നുള്ളത് വാച്ചർമാർ പറഞ്ഞില്ലെങ്കിലും ഏട്ടൻ അതിന് മുന്നേ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നാളെ രാവിലെ പുട്ടും കടലക്കറി ആണെന്നുള്ളതും ഏട്ടൻ ഗസ് ചെയ്തിട്ടുണ്ട്. ഏട്ടന്റെ പ്രവചനം അവിടെ തൽക്കാലം നിൽക്കട്ടെ. ദേ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കാഴ്ച ഒന്ന് ശ്രദ്ധിച്ചേ. ചുറ്റും ഇരുട്ടായതുകൊണ്ട് പലതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഈ വണ്ടിയുടെ ലൈറ്റ് പോകുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത റൂമിലുള്ള താമസക്കാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ഈ ബ്ലോക്കിലൊക്കെ പെട്ട് ഏറെ വൈകിയാണ് എത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും നേരത്തെ എത്തിയത് നമ്മളാണെന്ന് പറയാം. ഇനി രാത്രിയിലെ വിശേഷങ്ങൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് രാവിലെ കാണാം.
ഇരവ് മാറി പകലെത്തുമ്പോഴാണ് നമ്മൾ തങ്ങിയിരുന്ന സ്ഥലത്തിന്റെ യഥാർത്ഥ ഭംഗി നമ്മൾ കാണുന്നത്. എന്നാലും ഈ സ്ഥലത്തിന്റെ ഭംഗിയെ പൂർണ്ണമായും എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കോട്ടേജിൽ നിന്ന് പുറത്തിറങ്ങി ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ പകർത്തിയ ചിത്രം പോലെ നമുക്ക് തോന്നുള്ളൂ. അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമായിരുന്നു ഈ സ്ഥലത്തിന്. ഈ കാഴ്ച കാണുന്ന കണ്ണിന് മാത്രമല്ല, നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ എന്തോ ഒരു സമാധാനം കിട്ടുന്നത് പോലെയാണ് തോന്നിയത്. രാത്രിയേക്കാൾ ഏറെ തണുപ്പ് രാവിലെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കിടുകിടാ വിറച്ചുകൊണ്ടാണ് പല്ല് തേക്കാൻ തുടങ്ങുന്നത്. രാവിലത്തെ ഒരുപാട് സീനറീസ് എനിക്ക് മിസ്സായി പോയത് എൻ്റെ ഫോൺ തന്ന പണി കൊണ്ടായിരുന്നു. കാരണം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ക്യാമറ തന്നെ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും കാര്യം ശരിയായില്ല. ഒടുവില് ഏട്ടനിൽ അഭയം പ്രാപിച്ചു. ആളുടെ സഹായത്തോടെ കുറച്ച് സ്പേസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അവിടെ പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ള സ്റ്റെപ്പുകളൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങളൊരു ഡാൻസ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഏത് രീതിയിലാണ് ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ ഷോർട്ട് വീഡിയോ നോക്കാവുന്നതാണ്. ഡാൻസ് കളിക്കുമ്പോൾ ഇത്തിരി പെർഫെക്റ്റ് ആയിട്ട് കളിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ഉണ്ണിച്ചേട്ടനാണ്. ഈ സ്ഥലത്തിന്റെ ഭംഗിയിൽ നമ്മൾ കളിക്കുന്ന സ്റ്റെപ്പൊക്കെ ഇത്തിരി തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ വേഗം തട്ടിക്കൂട്ടുമായിരുന്നു. നോക്കേട്ടാ ക്യാമറ ഒക്കെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ എൻ്റെ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഏട്ടൻ്റെ ഫോണിലാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ ക്ലാരിറ്റിയിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാകും. അത് മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ താമസിക്കുന്ന കോട്ടേജിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു കൂട്ടം കാട്ടിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാട്ടിയെ ഇംഗ്ലീഷിൽ നമ്മൾ ഗോർ എന്നാണ് പറയുന്നത്. വയനാട്, മൂന്നാർ, പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൊക്കെയാണ് കാട്ടിയെ നമ്മൾ അധികമായിട്ട് കാണുന്നത്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള കാട്ടിക്ക് ഏകദേശം ഒരു 1000 കിലോ വരെ വെയിറ്റ് വരും എന്നാണ് പറയപ്പെടുന്നത്. വലിയ ശരീരവും ചെറിയ മനസ്സുള്ള ചില ആൾക്കാരെയാണ് സത്യം പറഞ്ഞാൽ കാട്ടിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. സൗണ്ട് ഉണ്ടാക്കാണ്. ഇത്രയും വലിയ ശരീരമാണെന്നുണ്ടെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാന്ന് പറയുന്നത് പോലെ കുറച്ച് നാണം കുടുങ്ങികളായിട്ടുള്ള, കുറച്ച് സമാധാനപ്രിയരായിട്ടുള്ള, ഹെർബിവോർ ആയിട്ടുള്ള ഒരു ആനിമലാണ് കാട്ടി എന്ന് പറയുന്നത്. അതായത് സസ്യഭുക്കായിട്ടുള്ളൊരു ജീവിയാണ് കാട്ടി. കാട്ടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ദാ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് നോക്കിക്കേ. വീഡിയോ പകർത്താൻ പറ്റാതെ സ്പേസ് പോയിരിക്കുന്ന എൻ്റെ സങ്കടമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇവരുടെ കാലിൽ വൈറ്റ് സ്റ്റോക്കിങ്സ് ഇട്ടതുപോലെ, അതായത് മുട്ടോളമുള്ള ഒരു സോക്സ് ഇട്ടതുപോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു വൈറ്റ് കളറിലെ പാച്ച് ഉണ്ട്. എല്ലാത്തിനും ഉപരി ഇവരെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത തലയെടുപ്പാണ്. കാട്ടിയെ കണ്ടിങ്ങനെ നിൽക്കുന്ന നിപ്പിലാണ് വട്ടവട പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലുള്ള ഏതോ ഒരു വണ്ടി ഈ കാട്ടിയുടെ മുമ്പിൽ പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ പൊതുവെ സമാധാനപ്രിയരാണ്. പക്ഷെ ഇവരെ പ്രൊവോക്ക് ചെയ്താൽ ഇവർ ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ വണ്ടിയിലുള്ളവര് പ്രത്യേകിച്ച് ഹോൺ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരവിടെ തന്നെ വണ്ടി നിർത്തിയിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാട്ടി പ്രത്യേകിച്ച് വയലന്റ് ഒന്നും ആയില്ല. കരയുവാണോ? കഴുത്ത് ചൊറിയുന്നത് എനിക്കും ചൊറിയുന്നു. എങ്ങാനും കാട്ടി വയലന്റ് ആയാൽ ഓടാൻ തയ്യാറെടുത്ത് നിൽക്കായിരുന്നു ഞങ്ങൾ എല്ലാവരും. പക്ഷെ നമ്മൾ ഭയന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു പാവമൃഗം തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ കാട്ടിയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും കോട്ടേജിലേക്ക് നടക്കുകയാണ്. തിരിച്ച് നമ്മൾ കോട്ടേജിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ വട്ടവട പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന ഏരിയയുടെ ഇടയിലുള്ളൊരു സ്ഥലമാണ് പാമ്പാട് ഷോള നാഷണൽ പാർക്ക് എന്നുള്ളത്. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ MunnarWildlife.com എന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൽ വണ്ടി നിർത്തി ഇവിടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ അങ്ങനെ നിർത്തി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ളൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ദാ ഏട്ടൻ പ്രവചിച്ചതുപോലെ തന്നെ പുട്ടും കടലക്കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നും സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്. ദാ ഇങ്ങനൊരു കാഴ്ച എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അത് നമുക്ക് സൂര്യൻ ഉദിക്കുകൊണ്ട് ചേട്ടാ അവിടുന്ന് സൂര്യൻ ഉദിക്കുക. അയ്യോ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല.
നേരം പുലരുന്നതും രാവിലെ ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിൽ മലയുടെ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ച, അത് ആദ്യമായി ലൈഫിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി എത്ര സുന്ദരമാണെന്ന് അറിയാതെ ഓർത്തു പോകുന്നത്. മലയുടെ പിന്നിൽ എവിടെയോ നാണം കുഴിഞ്ഞിരുന്ന സൂര്യൻ ദാ ഉദിച്ചുയർന്ന് ആ സൂര്യകിരണങ്ങളൊക്കെ നമ്മുടെ ദേഹത്തേക്ക് തട്ടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. സൂര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് ഉദിച്ചു വന്നതും പിന്നീട് നമ്മളുടെ ആ അവിടെ പുല്ലിന്റെ നിറവും മലയുടെ നിറവും അവിടെയുള്ള ചുറ്റുമുള്ള ആ ഒരു വർണ്ണങ്ങൾ തന്നെ മാറിയൊരു ഫീലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ഈ ഒരു സൗന്ദര്യം പകർത്താനാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു സൗന്ദര്യം അതിനൊക്കെ അതീതമാണ്. സോ ഒരു തവണയെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ല കാര്യമാണ്. ഈ കോട്ടേജിൽ പല കാറ്റഗറീസിലുള്ള റൂമുകളുണ്ട്. അതിൽ മാർട്ടിൻ ആൻഡ് മെലാനോയിൽ 5 പേരെ വരെയും സയാത്തിയയിലും കുറിഞ്ഞിയിലും 2 പേർക്ക് വെച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ 2 ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ വരുവാണെങ്കിൽ സയാത്തിയോ കുറിഞ്ഞിയോ ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം 3 മണിയാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം. അതുപോലെ രാവിലെ 10 മണിയാണ് ചെക്ക് ഔട്ട് ടൈം. സോ ഇനിയുള്ള നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരെ വട്ടവടയ്ക്ക് പോകാന്നുള്ളതാണ്. ഗായ്സ്, നമ്മളങ്ങനെ വട്ടവടയ്ക്ക് പോവാണ്.